ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അപ്പോൾ രാത്രി റൂമിലേക്ക് കയറി വരുന്ന ബാലൻ കാണുന്നത് സങ്കടപ്പെട്ടിരിക്കുന്ന ഗോമതിയാണ്. അത് കാണുമ്പോൾ ബാലൻ ചോദിക്കും, എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖം എന്താ ആകെ സങ്കടം പോലെ എന്ന് ചോദിക്കും. അത് പിന്നെ ബാലേട്ട കാര്യം പറ ഗോമതി എന്ന് പറഞ്ഞ് ബാലൻ നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. ബാലേട്ട, നമ്മുടെ കുടുംബത്തിൽ എന്തോ വലിയ ദുരന്തം വരാൻ പോവുക, എന്തൊക്കെയോ അനർത്ഥങ്ങളുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ കുടുംബത്തിന് ഒരു ദോഷവും ഇല്ല, ആകെയുള്ള ദോഷങ്ങളാണ് ആ കൃഷ്ണമംഗലത്തുകാർ. അവർ ഓരോന്നുമൊക്കെ നമ്മുടെ കുടുംബത്തോട് ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ബാലൻ ചോദിക്കും. ഇതൊന്നും അല്ല, ആർക്കെങ്കിലും ജീവഹാനി വരെ സംഭവിക്കുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? അതെ, പിന്നെ ബാലേട്ട, ഇന്നൊരു കൈനോട്ടക്കാരി ഈ വീട്ടിൽ വന്നായിരുന്നേ, അവരെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ എന്തിനാ ആവശ്യമില്ലാതെ അവരെയൊക്കെ വിളിച്ച് കേട്ടിയത്? അവരൊക്കെ കാശിന് വേണ്ടി അങ്ങനെ പലതും പറയും, അതൊക്കെ നീ വിശ്വസിച്ചോ എൻ്റെ ഗോമതി എന്ന് ബാലൻ ചോദിക്കും. ഇതങ്ങനെയൊന്നും അല്ല ബാലേട്ട, അവർ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമാണ്. നല്ലൊരു സ്ത്രീയാ, നമ്മുടെ ദേവിമോളെ ഗർഭിണിയാണെന്ന് വരെ അവരുടെ മുഖത്തെ ലക്ഷണം നോക്കി പറഞ്ഞു. അങ്ങനെയുള്ളപ്പം ഇതൊക്കെ സത്യമാണ് ബാലേട്ട. എനിക്കത് കേട്ടപ്പോൾ തൊട്ട് ഒരു സമാധാനവും ഇല്ല. ഈ കുടുംബത്തെക്കകത്ത് വലിയൊരു ദുരന്തം തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള ആർക്കോ അപകടം കാത്തിരിപ്പുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല ബാലേട്ട. ശരി, നിന്റെ സമാധാനം കിട്ടാൻ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? അത് ബാലേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ വീട്ടിലുള്ളവർ സന്തോഷത്തോടെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് എത്ര നാളായി? ഇവിടെ എന്നും ഓരോരോ പ്രശ്നമല്ലേ? അത് നിന്റെ ആങ്ങളമാരുണ്ടാക്കുന്ന പ്രശ്നമല്ലേ എന്നപ്പോൾ ബാലൻ ചോദിക്കും. ഇതൊന്നും അല്ല, എന്തോ വലുത് തന്നെ വരാൻ പോകുന്നേ. എനിക്കിപ്പോൾ പേടിയാണ് നിങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ. വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് എനിക്ക് സമാധാനമാകുന്നേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഗോമതി എന്ന് ബാലൻ ചോദിക്കും. പരിഹാരം അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പരിഹാരം? അത് ബാലേട്ട, ദേവിമല എന്നൊരു ക്ഷേത്രം ഉണ്ടത്രേ, കുറച്ചധികം ദൂരെയാ. അവിടെ ചെന്ന് ഒരു പോറ്റി ഉണ്ടത്രേ. ആ പോറ്റീനെ കണ്ട് കാര്യങ്ങളെല്ലാം ശരിയാകുന്ന ആ കൈനോട്ടക്കാരി പറഞ്ഞത്. പോറ്റിയെ കാണിക്കോ? അതെ, അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാന്നാ പറഞ്ഞത്. നമ്മളവിടെ ചെല്ലുമ്പം അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരകർമ്മം പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചുള്ള ക്രിയകളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തെ വരാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ പോകണം ബാലേട്ട, എങ്കിലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് ഗോമതി പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ നമുക്ക് പോകാം. നിന്റെ വിശ്വാസമല്ലേ, അതെന്തായാലും തെറ്റിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്നേ. ബാലേട്ടൻ ഇങ്ങനെ വെറുമ്പാക്കു പറയരുത്, നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ പോകണം. മക്കളെയും മരുമക്കളെയും എല്ലാവരെയും കൂട്ടണം എന്ന് പറയാം. ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ദേവിമല ക്ഷേത്രത്തിൽ പോകാം, എന്നിട്ട് വേണ്ട പൂജകളും ചെയ്യാം. അപ്പം നിനക്ക് സമാധാനം ആവുമല്ലോ എന്ന് പറയാം. എന്നിട്ട് ബാലൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് നമ്മുടെ ഗോമതി കരയുവാണ് കേട്ടോ. നീ കരയാതെ, നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാം, നീ സമാധാനപ്പെടുക, നിന്റെ സന്തോഷമല്ലേ എനിക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് ബാലൻ നമ്മുടെ ഗോമതിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ദേവിനെ എങ്ങനെയെങ്കിലും തൻ്റെ പാട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് സുകന്യ. അതിനായിട്ട് ദേവിയോട് മീനുവും മിത്രയും നിൽക്കുമ്പോൾ തന്നെ കൂടുതൽ അടുപ്പമൊക്കെ കാണിക്കുക. പക്ഷെ ദേവിക്ക് ഇതിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ മീനുവിനും മിത്രയ്ക്കും സുകന്യയുടെ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പം എന്തോ കാര്യം നടത്താനുള്ള പ്ലാനാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ബോധ്യപ്പെടുവാണ്. എന്തായാലും ദേവിയുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് സുകന്യ ഉദയഭാനുവിനെ കാണാനായിട്ട് പോകുന്നതും ഒക്കെ നമുക്ക് ഈ വരുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ദേവിയുടെ വീടും എല്ലാം കാണുമ്പോൾ സുകന്യ ശരിക്കും അങ്ങ് വിശ്വസിക്കുകയാണ്, ഉദയഭാനു ഒരു കോടീശ്വരൻ തന്നെയാണ്, എങ്ങനെയെങ്കിലും ഇദ്ദേഹവുമായിട്ട് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളോട് കൂടിയാണ് നമ്മുടെ ദേവിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം ഉദയഭാനു ശ്രീകലയും വളരെ പ്രൗഢിയോട് കൂടി തന്നെയാണ് സുകന്യനെ സ്വീകരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. സുകന്യ അതിലൊക്കെ മൂക്കും കുത്തി വീഴുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് തൻ്റെ ആഗ്രഹം പറയുന്നതൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഉദയഭാനു സാറുമായിട്ട് ചേർന്ന് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ സുകന്യ പറയേ. അപ്പം പെട്ടെന്ന് ഉദയഭാനു പറയും, അത് മോളെ, ഇപ്പം ഞാൻ പുതിയ ബിസിനസ്സൊന്നും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, എല്ലാം കൂടി നോക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് ഒരുപാട് പാടാന്നേ. അതുകൊണ്ട് അങ്ങനെ പറയരുത്. സാറിനെ പോലെ ഒരു മെൻറ്റർ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് എത്ര വലിയ സഹായമാണെന്നറിയാവോ? അല്ല മോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാനും ധർമ്മേട്ടനും കൂടി പുതിയൊരു ബിസിനസ് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഉദയഭാനു സാറ് സഹായിക്കണം. സാറും ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് കൂടുവാണെങ്കിൽ
ഞങ്ങൾക്കതൊരു വലിയ സഹായമായിരുന്നു. അത് പിന്നെ മോളെ, വെറുതെ നമുക്ക് ബിസിനസ്സൊന്നും തുടങ്ങാൻ പറ്റില്ലല്ലോ, അതിന് കാശ് വേണം. കാശ് ഇറക്കിയാലല്ലേ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ഉദയഭാനു പറയണേ കേട്ടോ. അതെന്താ സാർ അങ്ങനൊരു വർത്താനം? അതിന് വേണ്ട കാശൊക്കെ ഞാൻ തരാം. മോളുടെ കയ്യിൽ അതിനുള്ള കാശൊക്കെ ഉണ്ടോ എന്നപ്പോൾ ചോദിക്കും. പിന്നെ എൻ്റെ കയ്യിൽ കാശില്ലാതിരിക്കുമോ? പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ട പകുതി കാശ് ഞാൻ തന്നെ ഇറക്കിക്കോളാം. അതിനുവേണ്ട എന്ത് സഹായം ഞാൻ ചെയ്തോളാം. സാറിൻ്റെ കൂടെ ഒരു ബിസിനസ് പാർട്ട്ണറാക്കി എന്നെ കൂട്ടിയാൽ മതി എന്നൊക്കെ പറയാം. അത് കേൾക്കുമ്പോൾ ഉദയഭാനുവിന് സന്തോഷമാവുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ബാലന് കൊടുക്കാനുള്ള 10 ലക്ഷം കൊടുക്കണം. അതിന് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് സുകന്യ എന്ന് തന്നെ തീരുമാനിക്കുക. അങ്ങനെ സുകന്യയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ഉദയഭാനു. നിന്നെയും ഞാൻ പാർട്ട്ണറാക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ സുകന്യ അവിടെ നിന്ന് പോകുന്നത്. അപ്പം ശ്രീകല ദേഷ്യപ്പെട്ടുകൊണ്ട് വരും. എൻ്റെ മനുഷ്യ, നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ബിസിനസ് പാർട്ട്ണറാക്കാന്നൊക്കെ ആ പെണ്ണിനോട് പറഞ്ഞത്? അവളെ ആ ദേവമംഗലത്തുള്ള ബാക്കിയുള്ളവരെ പോലെ അല്ല, കാഞ്ഞ വിത്ത. നമ്മുടെ കള്ളക്കളി എന്തെങ്കിലും സംശയം അവൾക്ക് തോന്നിയാൽ എല്ലാം അവൾ ചെകഞ്ഞെടുക്കും. എന്നിട്ട് അവിടെയുള്ളവരെ ഒരു മടിയില്ലാതെ അറിയിക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ മോളുടെ നിലനിൽപ്പ് നിങ്ങൾക്കതൊക്കെ ചിന്തയുണ്ടോ എന്ന് ശ്രീകല ചോദിക്കുകയാണ് കേട്ടോ. എനിക്കെല്ലാം ചിന്തയുണ്ട് എൻ്റെ ശ്രീകലേ. ഇപ്പം ദൈവമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു വഴി കാണിച്ചു തന്നെ. ഞാൻ നിന്നോട് അന്നും പറഞ്ഞില്ലേടി, നമ്മളെ ദൈവം അങ്ങനെ ഇങ്ങനെയൊന്നും കൈവിടത്തില്ല. നമ്മൾ ഈ കളിക്കുന്ന കളിക്കൊക്കെ ദൈവം സപ്പോർട്ടാ. അതുകൊണ്ടല്ലേ ഇവളെ ഇപ്പം കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? എടി ശ്രീകലേ, നിനക്ക് ബുദ്ധിയില്ലേ? ഇവളെ നമ്മൾ ബിസിനസ് പാർട്ട്ണറാക്കാന്നും പറഞ്ഞ് ഇവളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നു. ആ കാശ് നമ്മൾ ബാലൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നു. എന്തായാലും ഒരേ കുടുംബത്തിലേക്കാണല്ലോ കാശ് ചെല്ലുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നമില്ല. ദേ മനുഷ്യ, നിങ്ങളുടെ ബോധം കൂടി പോയോ? അവൾ ആ ദേവമംഗലത്തുള്ളതാ. ബിസിനസ്സിന് കാശ് മേടിച്ച് നമുക്ക് ബാലനെ കൊടുക്കാം എന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷെ അതിനുശേഷം ബിസിനസ് തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ് വരുന്ന ഇവളെ നിങ്ങൾ എന്ത് പറഞ്ഞ് അടക്കി നിർത്തും? അതെനിക്കൊന്ന് പറഞ്ഞതാ. അത് അപ്പോഴല്ലേ. ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ബാലൻ്റെ കാര്യമാണ് ശരിയാക്കേണ്ടത്. അതിന് ദൈവമായിട്ട് തന്നൊരു കച്ചിത്തുരുമ്പായി സുകന്യെ. ഇവളെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഇവക്ക് നല്ല ആർത്തിയുള്ള കൂട്ടത്തിലാണ്. കണ്ടില്ലേ, അവിടെ ബാലൻ്റെ ആ ഗോമതി സ്റ്റോഴ്സിനോടും ഒക്കെ ഇവക്ക് പുച്ഛവാ. ആ ധർമ്മൻ്റെ കൂടെ അതൊക്കെ നല്ലൊന്നും ഈ പെണ്ണ് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവളെ നല്ല ആഡംബരഭ്രമമുള്ള പെണ്ണാ. അങ്ങനെ ഒഴിവൾക്ക് ദേവമംഗലത്ത് പിടിച്ചു നിൽക്കാൻ തോന്നുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ആവട്ടെ ഉദയേട്ടാ, പക്ഷേ ഇത് തീക്കളിയാണേ. ആ സുകന്യനെ മറ്റുള്ള മരുമക്കളെ പോലെ നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. അവള് കാഞ്ഞ വിത്ത, നമുക്ക് തന്നെ പണിയാകും. അതൊക്കെ അപ്പം നോക്കാം. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, നമുക്കൊരു അപകടം വന്നപ്പം ദൈവമായിട്ടൊരു കച്ചിത്തുരുമ്പ് നമുക്ക് ഇട്ട് തന്നു. നമ്മളത് പിടിച്ച് കയറാതെ അവിടെ തന്നെ കിടന്നാലേ ഇനി ഒരു അവസരവും നമുക്ക് കിട്ടില്ല. എങ്ങനെയെങ്കിലും ബാലൻ്റെ മുന്നിൽ നമ്മുടെ ഇമേജ് കളയാതെ നിൽക്കാൻ കിട്ടിയ ഒരു അവസരം ഇത്. അത് ഞാൻ ഉപയോഗപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഇവക്ക് ബിസിനസ് തുടങ്ങണം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അവളുടെ കാശ് നമ്മൾ മേടിക്കുന്നു. നീ ഒന്നും ഇതിലൊരു സംസാരം വേണ്ട. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത്ര പൈസ വാങ്ങിച്ചെടുക്കണം. 10 ലക്ഷം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും ശ്രീകലയും ഉദയഭാനുവിൻ്റെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പക്ഷെ നല്ല പേടിയുണ്ട്. കാരണം സുകന്യയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവൾ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുമല്ലോ. അതേസമയം നമ്മുടെ ദേവമംഗലത്താണെങ്കിൽ ബാലനും ഗോമതിയും കൂടി മക്കളെ കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഗോമതിയുടെ ഈ ടെൻഷനും ദേവിമല അമ്പലത്തിൽ നമുക്ക് എല്ലാവർക്കും പോകാം എന്നുള്ള തീരുമാനമൊക്കെ അവിടെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സുകന്യ പറയും, അല്ല അത് ഈ കുടുംബത്തിലുള്ളവരല്ലേ പോകണ്ടേ? അതെ, നമ്മളെല്ലാവരും ഈ കുടുംബത്തിലുള്ളവരല്ലേ എന്ന് ഗോമതി ചോദിക്കുകയാണെ. അല്ല, ഞാനും ധർമ്മേട്ടനും ഈ കുടുംബത്തിലുള്ള ആളല്ലല്ലോ. ചേച്ചിയുടെ ആങ്ങളെയൊക്കെ ധർമ്മേട്ടൻ എന്നും കരുതി ബാലേട്ടനും ഗോമതി ചേച്ചിയുടെ മകനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനും ധർമ്മേട്ടനും ഈ കുടുംബത്തിലെ അല്ല, കൃഷ്ണമംഗലത്തെ അല്ലേ. അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ ദോഷത്തിന് നടക്കുന്നൊരു പൂജയിൽ ഞങ്ങൾ പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ ഗോമതി പറയും, അതെന്ത് വർത്തമാനോ സുകന്യ നീ പറയുന്നത്? ധർമ്മൻ എനിക്ക് എൻ്റെ മൂത്ത മോനെ പോലെയാ, അങ്ങനെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഞാനില്ലെന്ന് പറയുന്നില്ലല്ലോ. ബാലേട്ടനും ഗോമതി ചേച്ചിക്കും ധർമ്മേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് എനിക്കും അറിയാം. മൂത്ത മകനെ പോലെയാ കാണുന്നതും. എന്നും കരുതി രക്തബന്ധമൊന്നും അല്ലല്ലോ എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ധർമ്മം പറയും, സുകന്യ നീ എന്തൊക്കെയാ ചേച്ചിയോടും അളിയനോടും പറയുന്നേ? അല്ല, ധർമ്മേട്ടൻ എന്തിനാ അതിനിത്ര ദേഷ്യം പിടിക്കുന്നേ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടി ഇനി അമ്പലത്തിൽ പോയി പൂജ നടത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചി പറയുന്ന ഈ പൂജയിലൊക്കെ ധർമ്മേട്ടൻ പങ്കെടുത്താലും ഒരു ഗുണം ഉണ്ടാവാനും പോകുന്നില്ല. കാരണം ധർമ്മേട്ടൻ ഈ കുടുംബമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലല്ലോ. ഇവിടെ ശരിക്കും പോകേണ്ടത് ആര്യനും ആകാശും ആനന്ദും ഭാര്യമാരും ഒക്കെയാ, അല്ലാതെ നമ്മൾ രണ്ടും അല്ല എന്ന് പറയാണ് കേട്ടോ. അന്നേരത്തേക്കും ഗോമതി പറയും, എന്തൊക്കെയാ സുകന്യ ഈ പറയുന്നത്? നിങ്ങളെ രണ്ടുപേരും ഞങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒരു കുടുംബമല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലനും പറയും, അതെ, പോകുമ്പം എല്ലാവർക്കും കൂടി പോകാം. അപ്പോൾ സുകന്യ വീണ്ടും പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി. എനിക്ക് നിങ്ങളോട് ആരോടും വിരോധം ഉണ്ടായിട്ടല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. നിങ്ങളെല്ലാവരും കൂടി പോയി സന്തോഷത്തോട് പൂജയൊക്കെ ചെയ്തിട്ട് വാ. ഞങ്ങൾ വന്നില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണേ.
അത് കേൾക്കുമ്പോൾ ധർമ്മന് ഒത്തിരി സങ്കടം വരികയാണ് കേട്ടോ. സുകന്യ തന്നെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന രീതിയിലുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ. അപ്പം ബാലൻ്റെ അടുത്ത് നിന്നിട്ട് ധർമ്മം പറയും, അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് അവളോട് ക്ഷമിക്കണേ അളിയ എന്ന് പറയാ. അതൊന്നും സാരമില്ല, നിന്നെ ഞങ്ങൾ ഒരിക്കലും വേർതിരിച്ച് നിർത്തിയിട്ടില്ല എന്ന് നിനക്കറിയാലോ. ഞങ്ങളുടെ മൂത്ത മോൻ്റെ സ്ഥാനത്ത് എന്നും നിനക്കുണ്ട്. നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹവും കളങ്കമില്ലാത്തതാ, അത് നീ മനസ്സിലാക്കണം എന്ന് ബാലൻ പറയും. എനിക്കതെല്ലാം അറിയാം, അവളുടെ സ്വഭാവം അളിയനും അറിയാലോ. മനസ്സിലുള്ളതെല്ലാം തുറന്നടിച്ചു പറയും. നമ്മുടെ ഈ ബന്ധങ്ങളുടെ ആഴമൊന്നും മനസ്സിലാക്കാനുള്ള വിവരം അവൾക്കില്ല. അവൾ ചിന്തിക്കുന്നതും പറയുന്നതും മാത്രമാണ് ശരി. അതുകൊണ്ടാണ് അവൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്. ചേച്ചി അളയനും ഒന്നും വിചാരിക്കരുത് എന്ന് പറയാണ് കേട്ടോ. അപ്പം ബാലൻ പറയും, എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം, ഈ പ്രശ്നം ഇവിടെ അവസാനിക്ക് എന്ന് പറഞ്ഞ് തീർപ്പാക്കുവാണ് കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ട എന്നും ബാലൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതേസമയം ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും രാജശ്രീനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുകന്യ അപ്പം തന്നെ റൂമിൽ പോയി രാജശ്രീനെ ഫോൺ വിളിക്കും കേട്ടോ. എന്താ സുകന്യ, നീ പെട്ടെന്ന് അർജൻറ്റായിട്ട് ഫോൺ വിളിച്ചേ, എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ ചേച്ചി, ഇവിടെ മുഴുവൻ പ്രശ്നമാണ്. എന്തു പ്രശ്നം? ഇവിടെ ഏതോ കൈനോട്ടക്കാരി വന്നെന്ന്, എന്നിട്ട് ഗോമതി ചേച്ചിയോട് പറയുന്നെന്ന് ഈ കുടുംബത്തിൽ എന്തോ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. അതിന് ഏതോ ഒരു അമ്പലത്തിൽ പോയി പൂജയും വഴിപാടും ഒക്കെ കഴിച്ചാലേ പ്രശ്നത്തിന് പരിഹാരം കാണുള്ളൂ അത്രേ. അതുകൊണ്ട് അവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക, ഉടനെ പോകുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാനും ധർമ്മേട്ടനും പോകുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ രാജശ്രീ പറയും, നീ എന്തൊരു മണ്ടത്തരമാണ് സുകന്യെ കാണിച്ചത്? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ കുടുംബത്തിലുള്ള എല്ലാവരും പോകണമെന്നല്ലേ പറഞ്ഞത്? ധർമ്മേട്ടനും ഞാനും ഈ കുടുംബത്തിലെ അല്ലല്ലോ. ധർമ്മേട്ടൻ ഇന്ദ്രാമയുടെ മോനല്ലേ, അപ്പോൾ എങ്ങനെയാ ഗോമതി ചേച്ചിയുടെ കുടുംബത്തിലെ അംഗമാവുന്നേ? അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എടി പൊട്ടി, നിനക്ക് ഒട്ടും ബുദ്ധിയില്ലേ? നീ അവരുടെ കൂടെ പോകണം, എന്നാലല്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റൂ. അത് ചേച്ചി, എനിക്കെങ്ങും പറ്റില്ല കണ്ട അമ്പലത്തിലും മലയിലും കയറി ഇറങ്ങാനൊന്നും. ദേ പെണ്ണെ, നീ അപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയണം. അവരേത് അമ്പലത്തിലാണ് പോകുന്നതെന്നൊക്കെ എങ്ങനെയെങ്കിലും നീ മനസ്സിലാക്കി എടുക്കണം. അത് ഏതോ ഒരു മല, ദേവിമല ക്ഷേത്രം എന്നെങ്ങാണ്ടൊക്കെയാണ് പറഞ്ഞേ. ഇവിടുന്ന് കുറേ അധികം ദൂരെയാണ്. അവിടെ ചെന്നിട്ട് ഏതോ ഒരു പോറ്റിനെ കാണാനോ ആ പോറ്റി പരിഹാരകർമ്മം പറയുന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ ഗോമതി ചേച്ചി പറഞ്ഞത് എന്ന് അപ്പം സുകന്യ പറയും. എടി മണ്ടി, നീ ഇപ്പം തന്നെ പോയി സംസാരിക്കണം. എന്നിട്ട് ബാലനോടും ഗോമതിയോടും ക്ഷമ പറയണം. എന്നിട്ട് നീ അവരുടെ കൂടെ എങ്ങനെയെങ്കിലും പോകണം. എനിക്ക് വയ്യ പോകാൻ, പോ ചേച്ചി എന്നപ്പോൾ സുകന്യ പറയും. നീ പോകണം, ഞാനല്ലേ പറഞ്ഞത്. നിന്നെ എന്തിനാ ദേവമംഗലത്തേക്ക് കയറ്റി വിട്ടതെന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കണം. നമുക്കതനുസരിച്ച് വേണം മുന്നോട്ട് പ്രവർത്തിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നീ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ലേടി പെണ്ണെ എന്ന് പറയൂട്ടോ. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? നീ അവരുടെ കൂടെ എന്തായാലും പോകണം. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പം ഞങ്ങളെ അറിയിക്കുകയും വേണം. എന്നാലല്ലേ നമുക്ക് അവർക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ പണി കൊടുക്കാൻ പറ്റൂ എന്ന് രാജശ്രീ സുകന്യോട് പറയൂ. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. എന്തായാലും ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. അല്ല ചേച്ചി, അനുശ്രീയുടെ കാര്യം എന്തായി എന്നപ്പം സുകന്യ ചോദിക്കും. അനുശ്രീ എന്തായാലും ആലോകിനെ പൂർണ്ണമായും വിശ്വസിച്ച രീതിയിൽ തന്നെയാണ്. ഇന്ന് തന്നെ രണ്ടുപേരോട് കറങ്ങാനൊക്കെ പോയായിരുന്നു. അവൻ വിളിച്ച അവൾ ഇറങ്ങി വരുന്ന അവസ്ഥയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. അവൾ ഇറങ്ങി വരണം. അത് ആ ദേവമംഗലത്തുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൊട്ട. അവൾ ഇനി ഈ കൃഷ്ണമംഗലത്ത് താമസിച്ചാൽ മതി. ബാലൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അച്യുതേട്ടൻ്റെ മകനായ ആലോകിൻ്റെ കൂടെ അവൾ അങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ തന്നെ ആ ബാലൻ്റെ പത്തി മടക്കും എന്നൊക്കെ രാജശ്രീ പറയുക. അപ്പം അത് കേൾക്കുന്ന സുകന്യ പറയും, അതെന്തൊക്കെയാണേലും ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. ഇന്ന് അനുശ്രീയുമായിട്ട് ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്. അവൾക്കിപ്പോൾ എന്നെ പൂർണ്ണ വിശ്വാസമാണ്. അവളിലൊക്കെ ആയിട്ടുള്ള എൻ്റെ സ്നേഹത്തിൽ അവൾ വീണിരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ വേണം. ആ വീട്ടിലുള്ള എല്ലാവരെയും നിൻ്റെ സ്നേഹത്തിൻ്റെ വലയിൽ നീ കൊണ്ടുവരണം. അവരെ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയാൽ തിരിച്ചു നടക്കുന്ന രീതിയിൽ നീ ആക്കിയെടുക്കണം എന്നൊക്കെ പറയണം. അത് ഞാൻ ഏറ്റു ചേച്ചി. പിന്നെ ധർമ്മേട്ടനെ ഞാൻ എൻ്റെ വഴിക്ക് ഏകദേശം കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് വേണ്ടത് ചെയ്യാൻ അറിയാം എന്ന് പറയാം. നീ എല്ലാം കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യണം. നിനക്ക് ദോഷം വരാത്ത രീതിയിലും മുന്നോട്ട് പോകണം എന്നൊക്കെ പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ഇവിടെ എന്തായാലും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. അതിനുശേഷം ഈ സുകന്യ ഇവിടെ നിന്ന് അങ്ങോട്ട് പറക്കും. നീ കുറേ നാളായിട്ട് പറയുന്നുണ്ടല്ലോ എങ്ങോട്ട് പറക്കുന്ന കാര്യമാണ്. ചേച്ചി, ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. മറ്റേ ദേവിയുടെ അച്ഛനല്ലേ ഉദയഭാനു സാറുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ പുതിയ ബിസിനസ് തുടങ്ങണം. എന്നിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഞാനും ധർമ്മേട്ടനും പോയി സെറ്റിലാവും. അതാ എൻ്റെ ആഗ്രഹം. നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ നിന്നും പോയി ചാടരുത് സുകന്യ എന്നപ്പോൾ പറയാം. ചേച്ചി അത് നോക്കിക്കോ. ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിയതിന് ശേഷമേ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതോർത്ത് ചേച്ചി ടെൻഷൻ ആവുകയും വേണ്ട എന്നൊക്കെ സുകന്യ വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവമംഗലത്തുള്ളവരെല്ലാവരും കൂടി അടുത്ത ദിവസം തന്നെ
ദേവിമലയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുക. അപ്പം ആ സമയമാകുമ്പം തന്നെ സുകന്യ വന്ന് പറയും, അല്ലെങ്കിൽ ഗോമതി ചേച്ചി ഞങ്ങളും വരാം. എനിക്ക് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഗോമതി ചേച്ചിയും ബാലേട്ടനും ധർമ്മേട്ടനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുമ്പം ഞങ്ങൾ മാത്രം ആ പൂജയിൽ പങ്കെടുക്കാതിരുന്ന നിങ്ങളുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുമെന്ന് എനിക്കിപ്പം തോന്നി. അതുകൊണ്ട് ഞങ്ങളും വരാം എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുക. മോളത് മനസ്സിലാക്കിയല്ലോ, ഞങ്ങൾ മാത്രം പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സിൽ ധർമ്മനും നീയും വന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരിക്കും. നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, രക്തബന്ധമല്ല ബന്ധങ്ങളുടെ വില നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ. അതെനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ദേവമല അമ്പലത്തിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഭംഗിയും അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ ഗോമതിയുടെ മനസ്സിന് ഒരുപാട് ശാന്തത വരിക. അപ്പം ഇത്രയും ഒക്കെ പറയുകയും ചെയ്യും, എന്ത് നല്ലൊരു അന്തരീക്ഷം ഇവിടെ എന്ന്. അതെ, നല്ല പോസിറ്റീവ് ഫീല് കിട്ടുന്ന ഒരു അന്തരീക്ഷം തന്നെ എന്ന് മീനും ഒക്കെ പറയും കേട്ടോ. എന്നിട്ട് അവർ ആ കാക്കാത്തി പറഞ്ഞ പോറ്റിനെ തന്നെ കണ്ടെത്തുക. അങ്ങനെ പോറ്റി പരിഹാര കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ദോഷത്തെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള പൂജാവിധികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഹോമങ്ങൾ നടത്താനൊക്കെ അവർ തീരുമാനിക്കാം. ഇതേ സമയം നമ്മുടെ സുകന്യ പറഞ്ഞു കൊടുത്ത പ്രകാരം ആലോകും കൂട്ടരും കൂടി ദേവിമല അമ്പലത്തിൽ എത്തുകയാണ്. ഇവിടെയും അവർക്ക് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനും അതുപോലെ ആ പൂജ എങ്ങനെയെങ്കിലും മുടക്കണം, ഇതൊക്കെയാണ് ആലോകിൻ്റെ തീരുമാനം. അച്യുതനും ആ രാജശ്രീയും കൂടിയാണ് കേട്ടോ അവനെ പറഞ്ഞു വിടുന്നത്. അവിടെ വന്നിട്ട് പൂജ ശരിയായ രീതിയിൽ നടക്കാൻ പാടില്ല, ദേവമംഗലത്തെ ദോഷങ്ങൾ മാറാനും പാടില്ല, അവിടുത്തെ ദോഷങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ആ പൂജ ഏത് രീതിയിൽ മുടക്കാൻ ആലോക് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ആരും കാണാതെ ആലോകും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ പൂജ കാര്യങ്ങളൊക്കെ നടത്തി ഹോമമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഹോമകുണ്ടത്തിന് ചുറ്റും ഗ്രഹനാഥയുടെ വലം വെച്ച് വരാനൊക്കെ പൂജാരി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ അറിയുന്ന ആലോക് എങ്ങനെയെങ്കിലും അത് മുടക്കാനായിട്ട് നമ്മുടെ ഗോമതി നടക്കുന്ന പാതയ്ക്ക് ഉള്ളിലെല്ലാം ആണികളൊക്കെ കൊണ്ട് ഇടുകയാണ് കേട്ടോ. ഗോമതിയുടെ കാലിൽ അതെല്ലാം തറച്ച് രക്തം വീണ് എങ്ങനെയെങ്കിലും പൂജ മുടക്കണം, അതൊക്കെയാണ് കേട്ടോ തീരുമാനങ്ങൾ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും മുടങ്ങാതെ നല്ല രീതിയിൽ പൂജ നടക്കുകയും ചെയ്യും. അതേസമയം പ്രദക്ഷിണം ചെയ്യുന്ന നമ്മുടെ ഗോമതി പതിയെ ഒന്ന് വീഴാനായിട്ട് തുടങ്ങും, ആനയെ ചവിട്ടി. അപ്പം തന്നെ ആര്യൻ ഇത് കാണും. അത് കാണുന്ന ആര്യൻ ഗോമതിയെ വീഴാതെ പിടിച്ചു നിർത്തും കേട്ടോ. അപ്പോൾ എന്തിലാ ഗോമതി ചവിട്ടിയെന്ന് നോക്കുന്ന ആര്യൻ ആണി കാണുമ്പോൾ ഞെട്ടി തരിച്ചു നിൽക്കും. കാരണം അത് ആരോ മനഃപൂർവ്വം അവിടെ കൊണ്ട് ഇട്ടതാണെന്ന് ആര്യന് മനസ്സിലാവുമേ. ആ കാര്യം ആര്യനാണെങ്കിൽ നമ്മുടെ ആനന്ദിനെയും ആകാശിനെയും ഒക്കെ അറിയിക്കുകയാണ്. ഇതിവിടെ മനഃപൂർവ്വം ആരോ ചെയ്തതാ, എനിക്കെന്തായാലും ഇക്കാര്യത്തിൽ നല്ല സംശയമുണ്ട് എന്ന് തോന്നുമ്പം ആനന്ദ് പറയും, ഇനി ആ കൃഷ്ണമംഗലത്തുകാരും കാണും, നമ്മുടെ പിന്നാലെ ഉണ്ടോ. ഈ പൂജ നടക്കാണ്ടിരിക്കേണ്ടത് അവരുടെ മാത്രം ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ദോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതും അവരാ. അങ്ങനെയുള്ളപ്പം ഈ പൂജ മുടങ്ങാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അമ്മ നടക്കുന്ന പാതയിലെല്ലാം അവർ ആണി കൊണ്ട് ഇട്ടതാണെങ്കിലോ എന്ന് പറയണേ. അപ്പം ആകാശ് പറയും, അതെ അതിനാ സാധ്യത. മിക്കവാറും ആ സുകന്യ ചേച്ചി രാജശ്രീ ആൻറ്റിയുടെ ബന്ധുവല്ലേ, അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. അങ്ങനെയാവും നമ്മൾ ഈ അമ്പലത്തിലേക്ക് വന്ന കാര്യമൊക്കെ കൃഷ്ണമംഗലത്തുകാരെ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നാലെ തന്നെ ആ ആലോകം കൂട്ടരും കാണും. മനഃപൂർവ്വം ഈ പൂജ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തത് ഇത് അവന്മാരാ ചെയ്തതെങ്കിൽ നമുക്ക് വെറുതെ വിടാൻ പാടില്ല എന്ന് ആര്യനപ്പം പറയൂട്ടോ. അതെ, അവന് ശരിക്കും വേണ്ട ശിക്ഷ നമുക്ക് കൊടുക്കണം എന്ന് ആകാശും ആനന്ദും ആര്യനും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേസമയം ഗോമതിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കാണുമ്പം സുകന്യയ്ക്ക് ഭയങ്കര സങ്കടം വരുക. ഇവൻ എന്തൊക്കെ മണ്ടത്തരങ്ങളായി കാണിച്ചത്, പൂജ നന്നായിട്ട് നടക്കുകയും ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്തായാലും ആരാണ് ഇതിന് പിന്നിലെന്ന് നമ്മുടെ ആര്യനും ആകാശവും ആനന്ദും കൂടി കണ്ടും പിടിക്കും കേട്ടോ. ഈ ആണി കൊണ്ട് ഇട്ട ഒരാൾ അയാളെ പിടിച്ച് 2 ഇടി കൊടുക്കുമ്പം സത്യങ്ങളെല്ലാം അയാൾ പറയും. ആലോക കാശ് തന്ന് തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യമൊക്കെ അയാൾ പറഞ്ഞ് ഇവരറിയും. ഇതറിയുന്ന നമ്മുടെ ആര്യനും ആനന്ദും ആകാശവും കൂടി ആലോകിനിട്ട് അടിക്കാനായിട്ട് വടിയുമായിട്ട് പിന്നാലെ ഓടുകയാണ്. നമ്മുടെ ആലോകിനിട്ട് നല്ല അടി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.